Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഹൃദയശൂന്യരായ ആളുകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ചെറുകുന്ന് തറയിൽ ചിന്താ പുസ്തകോത്സവവും റെഡ് ബുക്ക് ഡേയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M. സ്വരാജ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് നോർത്ത് സോൺ കൺവെൻഷൻ പയ്യന്നൂർ എടാട്ട് ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടന്നു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരുമായി പയ്യന്നൂരിനെ ബന്ധിപ്പിക്കുന്ന കാര-തലിച്ചാലം പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ചും അടിയന്തരമായി റീടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 24-25 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ ബാങ്കു പണിമുടക്കിന്റെ ഭാഗമായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഹൃദയശൂന്യരായ ആളുകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ചെറുകുന്ന് തറയിൽ ചിന്താ പുസ്തകോത്സവവും റെഡ് ബുക്ക് ഡേയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M. സ്വരാജ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ സംഘപരിവാറിന് അറിയില്ല. ആ ഹൃദയശൂന്യതയെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനത തങ്ങളുടെ ദുരിതം തുറന്നു കാട്ടാൻ ഇന്ത്യയുടെ തലസ്ഥാനത്ത് സമരം നടത്തേണ്ട അവസ്ഥയാണെന്നും M. സ്വരാജ് കൂട്ടിച്ചേർത്തു. സംഘപരിവാരം ആ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത അവർക്ക് ഹൃദയമില്ല എന്നതാണ്. മനുഷ്യന്റെ ദുരിതം കാണാൻ, വേദന അനുഭവിക്കുന്നവന്റെ കണ്ണുനീരൊപ്പണമെന്ന് തോന്നാൻ ഒരു ഹൃദയമില്ലാതെ പോയി. അപ്പോ സംഘപരിവാരത്തോട് നമുക്ക് ആദ്യം വരേണ്ട വികാരം സഹതാപമാണ്. ഹൃദയമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഹൃദയമുള്ളവരാക്കി മാറ്റാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷെ ആ ഹൃദയശൂന്യതയെ തുറന്നു കാണിക്കാൻ നമുക്ക് പറ്റണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരണത്തിന്റെ ദിനാചരണ ഭാഗമായാണ് ചെറുകുന്നത്തറയിൽ ചിന്താ പുസ്തകോത്സവവും റെഡ് ബുക്ക് ഡേയും സംഘടിപ്പിച്ചത്. ചിന്താ പബ്ലിക്കേഷൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷനായി. പുസ്തകങ്ങളുടെ ആദ്യ വിൽപ്പന സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിച്ചു. എഴുത്തുകാരി ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. നാരായണൻ കാവുമ്പായി, ലക്ഷ്മണൻ ചെറുകുന്ന്, CV സുരേഷ് ബാബു, CP രമേശൻ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. പുസ്തകോത്സവം ഫെബ്രുവരി 25 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് നോർത്ത് സോൺ കൺവെൻഷൻ പയ്യന്നൂർ എടാട്ട് ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടന്നു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, ജില്ലാ കൺവെൻഷൻ സിന്ദാബാദ്, ജില്ലാ കൺവെൻഷൻ സിന്ദാബാദ്, ജില്ലാ കൺവെൻഷൻ സിന്ദാബാദ്, ജില്ലാ കൺവെൻഷൻ സിന്ദാബാദ്. വാനുയർന്ന് പറക്കുപതാകെ, വാനുയർന്ന് പറക്കുപതാകെ, വാനുയർന്ന് പറക്കുപതാകെ, വാനുയർന്ന് പറക്കുപതാകെ, വാനമ്പുട്ട പറക്കുപതാകെ, വാനമ്പുട്ട പറക്കുപതാകെ, വാനുയർന്ന് പറക്കുമ്പോൾ, വാനുയർന്ന് പറക്കുമ്പോൾ, വാനുയർന്ന് പറക്കുമ്പോൾ, വാനുയർന്ന് പറക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. COA സിന്ദാബാദ്. COA എന്ന
സംഘടനയുടെ കെട്ടുറപ്പും ദീർഘവീക്ഷണവുമാണ് കേബിൾ TV മേഖലയെ രാജ്യത്തിന് പോലും മാതൃകയാക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിനു ശിവദാസ് അഭിപ്രായപ്പെട്ടു. വലിയ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഭീഷണിയെ നേരിട്ടുകൊണ്ടാണ് അത് രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചില നയങ്ങളുടെ ഭാഗമായി വലിയ മൂലധന ശക്തികൾ ഓരോ വ്യവസായത്തിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഒരു ഭീഷണി എന്നതിനപ്പുറത്തേക്ക് സമസ്ത മേഖലകളും ചെറുകിട കച്ചവട മേഖലകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും മറ്റ് ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ തകർന്നടിയുമ്പോഴും കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ വിജയം നേടി ബിസിനസ് വികസിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഈ കൺവെൻഷനും ബിസിനസ് വളർത്തുവാനുള്ള ചർച്ചകൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നതെന്നും COA സംസ്ഥാന ട്രഷററായ ബിനു ശിവദാസ് പറഞ്ഞു. COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. COA സംസ്ഥാന കമ്മിറ്റി മെമ്പർ സജീവ് കുമാർ കെ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷനായി. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും നെറ്റ്വർക്ക് ചാനൽ MD-യുമായ മനോജ് കുമാർ VV, COA ജില്ലാ ട്രഷറർ AV ശശികുമാർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, COA എക്സിക്യൂട്ടീവ് മെമ്പർ പ്രജീഷ് അച്ചാണ്ടി, രജീഷ് MR, വിനയകുമാർ KV, വിനീഷ് കുമാർ M, പ്രദീപൻ KK തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. 600ഓളം ഓപ്പറേറ്റർമാർ ഉള്ളതുകൊണ്ട് തന്നെ 3 സോണുകളായാണ് കൺവെൻഷൻ നടക്കുന്നത്. അതിൽ നോർത്ത് സോണിന്റെ ഉദ്ഘാടനം സംസ്ഥാന COAയുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാർക്കിടയിലാണ് COAയുടെ പ്രവർത്തനം മുഴുവൻ വന്നിരിക്കുന്നത്. കുത്തക മുതലാളിമാരോട് നേർക്ക് നേർ നിന്നുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഇത്രയും കാലം. സാധാരണക്കാർക്കൊക്കെയും ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകമൊക്കെ തുറന്നു കൊടുക്കുവാൻ വേണ്ടി ഈ ഒരു കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തിയത് തന്നെയാണ്. മറ്റ് കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെയും തകർന്നടിയുമ്പോഴും ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഊന്നിക്കൊണ്ടുള്ള കൺവെൻഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നതും അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം KN വർഷ. തൃക്കരിപ്പൂരുമായി പയ്യന്നൂരിനെ ബന്ധിപ്പിക്കുന്ന കാര-തലിച്ചാലം പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ചും അടിയന്തരമായി റീടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടും UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായി പൊട്ടിത്തകർന്ന കാര-തലിച്ചാലം റോഡ് MLA ഇടപെട്ട് കുഴികൾ അടച്ച് പരിഹരിച്ചു എന്ന പൊതുമരാമത്ത് അധികൃതരുടെ അവകാശവാദം തികച്ചും പരിഹാസ്യമാണെന്നും മാസങ്ങൾക്ക് മുൻപേ ബ്രിഡ്ജ് വിഭാഗം സമർപ്പിച്ച എസ്റ്റിമേറ്റ് അംഗീകരിച്ചു കിട്ടുവാൻ ഒരു ശ്രമവും നടത്താത്ത പയ്യന്നൂർ MLA ഈ വിഷയത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും DCC സെക്രട്ടറി AP നാരായണൻ പറഞ്ഞു. തൃക്കരിപ്പൂരുമായി പയ്യന്നൂരിനെ ബന്ധിപ്പിക്കുന്ന കാര-തലിച്ചാലം പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ചും അടിയന്തരമായി റീടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP നാരായണൻ. അവർക്ക് പണം കൊടുക്കാനില്ല, അതുകൊണ്ട് 3000 കോടി എന്നാ പറയുന്നത്. 10,000 കോടി 10,000 കോടിയിൽ മേലെ കയറിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ പൊടിയെടുക്കുന്നത്? കരാറുകാർക്ക് പണം കൊടുക്കാൻ മാത്രമല്ലല്ലോ, ഈ സർക്കാരിന് റോഡുകളുടെ പണിക്ക് മാത്രമല്ല ഒന്നിനു വേണ്ടിയും പണം കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ അടുത്ത് മുക്കാ പൈസ ഇല്ല. പക്ഷെ എന്നാലോ ദൂരത്തിന് നല്ലോണം പൈസ ഉണ്ട്. UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ VK ഷാഫി, നേതാക്കളായ P രത്നാകരൻ, VP സുഭാഷ്, KV കൃഷ്ണൻ, P ലളിത, P അശോകൻ, VKP ഇസ്മയിൽ, ഹരീഷ് KT, പ്രശാന്ത് കോറം, VM പീതാംബരൻ, അത്തായി പത്മിനി, EP ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. മണിയറ ചന്ദ്രൻ, നസീമ ടീച്ചർ, KK അശോക് കുമാർ, ഹസീന കാട്ടൂർ, PP ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
മാർച്ച് 24, 25 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന്റെ ഭാഗമായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് 24, 25 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന്റെ ഭാഗമായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പി സതീഷ് ബാബു സ്വാഗതം പറഞ്ഞു. കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കസ്റ്റമേഴ്സ് നാളത്തെ കസ്റ്റമേഴ്സ് നമ്മളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ അവരെ സമ്പാദ്യം മുഴുവൻ നമ്മുടെ ബാങ്കിനെ എത്തിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിനോടാണ് ബാങ്കിനെ അങ്ങനെയുള്ള ബാങ്കിനെ. നീതു, NK സുരേന്ദ്രൻ, വിശ്വനാഥൻ KV, വിനോദ് കൃഷ്ണൻ എന്നിവർ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണ പ്രക്രിയയ്ക്ക് ഉത്തേജമാവുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിവരുന്ന ജ്യോതിസ് 2024 അവാർഡ് ദാനം പിലാത്തറയിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണ പ്രക്രിയയ്ക്ക് ഉത്തേജനമാവുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിവരുന്ന ജ്യോതിസ് 2024 അവാർഡ് ദാനം പിലാത്തറയിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബഷീർ പാണപ്പുഴ, നിഷ വയനാട്, ഫൈസൽ കൊവ്വപ്രത്ത്, PV ലതിക, ഷംല തങ്ങൾക്കായി പ്രതിനിധി ജിഷ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവാർഡ് കൈമാറി. മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര ദേശീയതലത്തിലും അംഗീകാരങ്ങളിൽ നേടിയെടുക്കാൻ തന്നെ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജ്യോതിസ് 2024 പിലാത്തറ മേരി മാതാ സ്കൂൾ അങ്കണത്തിലാണ് എന്ന പരിപാടിയിൽ നൽകുകയാണ്. ഇത് ഒരു മാനുഷികമായ കല്യാണത്തിൻ്റെ സ്നേഹഭരിതമായ ഒരു കൂട്ടമാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാരെ കാണുന്നു. ചടങ്ങിൽ KS ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A പശുപതി, KV മധുസൂദനൻ, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, E കുഞ്ഞിരാമൻ, M രാമചന്ദ്രൻ, VV ബാബുരാജ്, സിമി K സോമൻ, ഡാനിയൽ റാഫേൽ, KKR വെങ്ങര, ഉണ്ണി പുത്തൂർ, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറകൾ ഒരുങ്ങുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ഏറെ ക്ഷമയും കൃത്യതയും ആവശ്യമുള്ള കൊടിക്കൂറകൾ തുന്നിയെടുക്കുകയാണ് കൊക്കാനിശ്ശേരിയിലെ ഗോപി തണ്ട്രാൻ. ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം ഉണ്ടാകാറുണ്ട്. അത്തരം കൊടിക്കൂറകൾ, ശക്തിക്കുട ഇവയൊക്കെയും നിർമ്മിക്കുന്ന ഗോപിയേട്ടനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊക്കാനിശ്ശേരിയിലെ ഗോപിയേട്ടൻ, നമസ്കാരം. ജില്ലയ്ക്ക് അകത്തും പുറത്തും ഉള്ള ക്ഷേത്രങ്ങളിലെ കൊടിക്കൂറ ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? 15 വർഷമായി. ഈ സാധാരണ തയ്യൽ പണിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത്? ഇത് കുറച്ച് പണിയില്ല, ഇതാണ് കണക്കായിട്ട് ഒരു ഇതായിട്ടെടുക്കണം, എല്ലാം ഒരു ഇതായിട്ടെടുക്കണം, എന്നാലേ അത് നടക്കൂലൂ. കുറേ പണിയില്ലാന്ന്. ഒരു ഇതാവണമെങ്കിൽ 3 ദിവസം എടുക്കേണ്ടി വരും. നല്ലതാണ്. 3 ദിവസം പണിയെടുക്കും. അപ്പൊ ഇതിന്റെ തുണികളൊക്കെ ക്ഷേത്രക്കാര് തന്നെ വന്ന് തരുന്നതാണോ? അല്ലല്ല, അത് ഞാൻ മണിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ മണിച്ചിട്ട്. അതെ, ഇപ്പൊ ക്ഷേത്ര ഭാരവാഹികൾ വന്ന് ഒരു ഓർഡർ തരുന്നു, അതിനനുസരിച്ചുള്ള തുണികളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ചിത്രം കാണിച്ചു തരുവാണോ? എങ്ങനെയാണ് അത്? അവര് ഓർഡർ കൊണ്ടുതരും, അതുപോലെ ചിത്രം ഫോട്ടോ കാണിച്ചു തരും, അങ്ങനെ എടുത്തിട്ട്. അപ്പൊ ഈ 15 വർഷത്തിന് മുൻപേ തന്നെ തയ്യൽ തൊഴിലാളി അത് ഒരു പോലെ
കൊടുക്കുന്നു. എങ്ങനെയാണ് ആദ്യം ഏത് ക്ഷേത്രത്തിന്റെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയില്ല. അതും തെരുവാന്ന് ആദ്യം പറഞ്ഞു. പയ്യന്നൂർ തെരുവ്. ഇപ്പോ കാസർഗോഡ് ജില്ലയിലേക്ക് ക്ഷേത്രങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ്? അത് ഇതിലോ വരുന്നുണ്ട്. ഒന്നും നമ്മൾ ചോദിക്കില്ല. അവർ ഓർഡർ തരും. കമ്മിറ്റിക്കാർ ഓർഡർ തരും, ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഏത് അമ്പലത്തിലൊന്നും. അതെ. അപ്പൊ ഇത് സ്ത്രീരൂപം അല്ലെ പുരുഷ കൊടിക്കൂറകളൊക്കെ അവർ പറയും. അന്നേരം നമ്മ അടിക്കും. അത് എനിക്ക് സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ പറയും. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ അടിക്കുന്നത്? പിന്നെ മാലാപ്പ്, തെയ്യത്തിന്റെ മാലാപ്പ് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അതടിക്കും. പിന്നെ മേക്കട്ടി പറഞ്ഞിട്ടുണ്ട്, അതടിക്കും. പിന്നെ ചത്തിക്കൊട, പിന്നെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലോ ഒരു ഇതുണ്ട്. അവർ പറയുന്ന സാധനം അടിച്ചു കൊടുക്കും. അതായത് അതിന് പിന്നിലോട്ട് ചിന്തിക്കാറില്ല. ഇതൊക്കെ എന്താണ്, ഇതിന്റെ ഒരു കഥ എന്താണ് എന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ഏൽപ്പിക്കുന്ന ആ ഒരു പണി ചെയ്തു കൊടുക്കുകയാണ്. അമ്പലത്തിലേക്കാന്നുകൊണ്ട് എങ്ങനെ അവർ പറയും, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 14 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം ക്ഷേത്രങ്ങളിൽ നിന്ന് പിന്നെയും ഇവിടത്തേക്ക് തന്നെ വരുന്നത്. ഒരു ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും അടുത്ത വർഷവും വരാറുണ്ട്. എല്ലാ കൊല്ലം വരും. എല്ലാ കൊല്ലം അവർ വരും, ചോദിച്ചു വരും. അതെ അല്ലേ. അപ്പോൾ മറ്റ് വർക്ക് ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്യുന്നതും പറഞ്ഞു. പണിയിൽ കുറച്ച് ഒരു കൊടിക്കുറയ്ക്ക് തന്നെ 3 ദിവസങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. അതല്ലാതെ നമുക്ക് അതിനപ്പുറം ഒരു സന്തോഷം തോന്നുന്നതോ അതൊക്കെ ഏത് ജോലി ചെയ്യുമ്പോഴാണ്? ഇത് എല്ലാം ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷെ ഇതാകുമ്പോൾ വേറെ തന്നെ ഒരു ഇതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ദിവസത്തോണ്ട് ആവുന്ന കൊടിക്കുറിയുണ്ട്, ഒറ്റ ദിവസത്തോണ്ട്. അത് ഒരു ഭാഗം മാത്രമാണ്. ബാക്കി ഇത് വലിയതാകുമ്പോൾ 2 ഭാഗത്തും വരണം, ഒരേ കണക്കെ വരണം. ഒരു ഇത് വേണം, ആണിൻ്റെ പെണ്ണിൻ്റെ വേണം, എല്ലാം വേണം. ഈ ശക്തികൂടിയും അതുപോലെ ഓരോ ക്ഷേത്രം അത് വേറെ എന്തെല്ലാം ഉണ്ട്. അവർക്ക് മൃഗത്തിൻ്റേത് പറ്റൂല. പിന്നെ മറ്റേ മൃഗത്തിന് വേണം, അതെല്ലാം അവർ പറയും. മൃഗത്തിന് വേണ്ട, മൃഗത്തിന് പോട്ടം, ഇത് പോട്ടം കണ്ടോ, ആ മൃഗത്തിൻ്റെ വേണ്ട. പിന്നെ വേറെ ദൈവത്തിൻ്റെ അങ്ങനെ വേണം, എന്നാലും പറഞ്ഞു തരും. അങ്ങനെ ആക്കണം. അപ്പോൾ ഈ പറയുന്നതുപോലെ ഒരേ കൊടിക്കൂറയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് ദിവസത്തെ പണികളുണ്ട്. ഒപ്പം നമ്മുടെ മനസ്സിന്റെ ഒരു ഏകാഗ്രതയും അതിൽ വേണം. അവർ പറയുന്ന ഡിസൈനുകളൊക്കെ തെറ്റിപ്പോവരുത്. പിന്നെ അടിയുടെ കാര്യം പറയും. 5 അടിയാന്നൊരു ഇതുണ്ടാവില്ല കൊടിക്കൂറ. അപ്പൊ ഏറെ ശ്രദ്ധ വേണ്ട ജോലി തന്നെയാണ്. ഏറെ ശ്രദ്ധ വേണ്ടുന്ന അല്ലെങ്കിൽ കൃത്യത വേണ്ടുന്ന ഒരു ജോലി തന്നെയാണ് ക്ഷേത്രത്തിലെ കൊടിക്കൂറയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. 14 വർഷത്തോളമായി തൻ്റെ ഈ ഒരു കർമ്മ മേഖലയിൽ കൃത്യമായ ഇടം തേടുകയാണ് ഗോപിയേട്ടന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. നിയമന അംഗീകാരം നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത അലീന ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്നാരോപിച്ച് KPSTA പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ AEO ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന നിർവാഹക സമിതി അംഗം K. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നിയമനാംഗീകാരം നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത അലീന ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്നാരോപിച്ച് KPSTA നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. AEO ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന നിർവാഹക സമിതി അംഗം K. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധിയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ 8.25 വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെ സർവ്വ ആനുകൂല്യങ്ങളും നിഷേധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം അധ്യാപകരുടെ ജീവസന്ധാരണത്തിന് വരെ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
അലീന ബെന്നി എന്ന അധ്യാപികയുടെ അകാലത്തിലുള്ള ഈ വേർപാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ എം ബിന്ദു, എസ് പി സജിൻ, എം സുമ, എം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണ്ണിനോടും കൃഷിയോടും അടങ്ങാത്ത സ്നേഹമാണ് കരിവള്ളൂർ പുത്തൂരിലെ പലേരി നാരായണനും ഭാര്യ മഞ്ജുളയ്ക്കും. കൃഷി ഇവർക്ക് ജീവിതവും ജീവനുമാണ്. മണ്ണിനോടും കൃഷിയോടുമുള്ള അടങ്ങാത്ത സ്നേഹമാണ് കരിവള്ളൂർ പുത്തൂരിലെ പലേരി നാരായണനും ഭാര്യ മഞ്ജുളയ്ക്കും. കൊയ്ത്തു കഴിഞ്ഞ സമയമായതിനാൽ ഇപ്പോൾ നെല്ലിൻ്റെ കൂടെയാണ് സദാസമയവും. കൊയ്യാനും മെതിക്കാനുമൊന്നും ഇപ്പോൾ ആളെ കിട്ടുന്നില്ല എന്നാണ് ഈ ദമ്പതികളുടെ പ്രധാന പരാതി. അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നു. കൃഷി ചെയ്യാതെയും ജീവിക്കാൻ മാർഗമുണ്ടെങ്കിലും കൃഷി ഇവർക്ക് ജീവിതവും ജീവനുമാണ്. വയലിൽ അതിൻ്റെ വരമ്പ് പണിക്ക് ആളെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് നമ്മളെ ആൾക്കാരെല്ലാം ആ സമയത്ത് തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി കാരണം നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ അവരൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഇതിനെ കുറച്ച് ആൾക്കാർ ഹിന്ദിക്കാരെ കൊണ്ടൊക്കെ നടിച്ചിട്ട് ഇപ്പോൾ ഒപ്പിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ അതിനുള്ള പിന്നെ കീടങ്ങളും കീടനാശിനി അടിക്കലും തെളിക്കൽ, അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം, വെള്ളം ചിറകെട്ടി രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് വേണം വെള്ളം കയറ്റാൻ. അങ്ങനെ പല പല പ്രശ്നങ്ങളും അവസാനം ഇപ്പോൾ മൂർന്നിട്ടതാ ഇവിടെ നെല്ലെത്തിയാൽ തന്നെ അത് ഉണക്കാനോ പിടിക്കാനോ ഒരാളെ കിട്ടുന്നില്ല. അങ്ങനെയല്ല നമ്മൾ തന്നെ വീണ് മരിക്കുക എന്നതിന് വേണ്ടിയിട്ട്. വെയിൽ തിളയ്ക്കുമ്പോൾ നെല്ലുണക്കുന്ന ഇവർ നല്ലൊരു മാതൃകയാവുകയാണ്. തുടർന്നും മണ്ണിനെ പരിപാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണ. KPSTA മാടായി സബ് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പൊതുവിദ്യാലയത്തെ തകർക്കുന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാർ എയ്ഡഡ് മേഖലയിലെ 16,000-ഓളം അധ്യാപകരുടെ ജോലി പ്രതിസന്ധിയിലാണ്. പൊതുവിദ്യാലയത്തിൽ ജോലി ചെയ്ത 30 വയസ്സുള്ള അധ്യാപിക ആത്മഹത്യ ചെയ്തത് കേരളത്തിലാണ് എന്ന് ഓർമ്മ വേണമെന്നും KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണ പറഞ്ഞു. ടീച്ചർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നതാണ് ടീച്ചറുടെ ഈ ആത്മഹത്യക്കുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. KPSTA അംഗങ്ങളായ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള മാടായി ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം പഴയങ്ങാടി GMUP സ്കൂളിൽ KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണ ഉദ്ഘാടനം ചെയ്തു. വി ധനരാജ് അധ്യക്ഷത വഹിച്ചു. അനീഷ് തോമസ്, KPSTA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മണികണ്ഠൻ, മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം VV പ്രകാശൻ എന്നിവർ ഉപഹാരം നൽകി. രമേശൻ കാന, AV ബാബു, PG മുരളീധരൻ, പുഷ്പ കോയോൻ, M ഷംജിത്ത്, K റീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 1 ലക്ഷം വരെയുള്ള സംഖ്യകൾ ചോദിച്ചാൽ അതിന് മുമ്പിലുള്ള സംഖ്യയും പിന്നിലുള്ള സംഖ്യയും പറഞ്ഞ് അതിശയിപ്പിച്ച് കുഞ്ഞുമിടുക്കൻ. കരിവള്ളൂർ പലിയേരിയിലെ 7 വയസ്സുകാരൻ അഥർവാണ് ഇത്തരത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഗണിതത്തിൽ വിസ്മയം തീർത്ത് നമ്മെ അമ്പരപ്പിക്കുകയാണ് കരിവള്ളൂർ പലിയേരിയിലെ അഥർവ്. 8 അക്കങ്ങൾ വരെയുള്ള സംഖ്യകൾ ഏതു വിധത്തിൽ എഴുതിയാലും വളരെ പെട്ടെന്നു തന്നെ കൂട്ടാനും കുറയ്ക്കാനും ഈ കൊച്ചുമിടുക്കന് കഴിയും. 1 ലക്ഷം വരെയുള്ള അക്കങ്ങൾ തിരിച്ചറിഞ്ഞ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുവാനും അഥർവിന് കഴിയും. ഒപ്പം തന്നെ 1 ലക്ഷം വരെയുള്ള ഏത് സംഖ്യ ചോദിച്ചാലും അതിന് മുമ്പിലും പിന്നിലുമുള്ള സംഖ്യകൾ പറയുന്നതിലും അഥർവ് മികവ് കാട്ടുന്നു. 1999 ശേഷമുള്ള നമ്പർ, അടുത്ത നമ്പർ 2000. 998 ശേഷം 999. 10,002 ശേഷം 1003. 2999 ശേഷം 3000. അതായത് പൊതുവേ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന വ്യത്യസ്തമായി അവൻ മാത്സിൽ അഡീഷനും സബ്സ്ട്രാക്ഷൻ ചെയ്യും. അതായത് 8 ഡിജിറ്റ് വരെ നമ്പർ നമ്മൾ എങ്ങനെ എഴുതി കൊടുത്താലും അവൻ ആഡ് ചെയ്യുകയും ചെയ്യും, സബ്സ്ട്രാക്ഷൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ ഡിജിറ്റ് ആയാലും നമ്മൾ 1 ലക്ഷം വരെയുള്ള കൗണ്ടിങ് നമ്പർ അതിന് തൊട്ട് മുന്നിലും പിന്നെയും ചോദിച്ചാൽ കൃത്യമായിട്ട് അവൻ പറയാൻ പറ്റും. നമ്മളത് ജസ്റ്റ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തിരുന്നു ഇങ്ങനൊരു കഴിവ് കണ്ട സമയത്ത്. അപ്പോൾ അവർ
ജസ്റ്റ് വീഡിയോസ് ചോദിച്ചിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അഡീഷൻ ആയിരുന്നു ആദ്യം കൊടുത്തത്. അപ്പോൾ അങ്ങനെ കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ സബ്സ്ട്രാക്ഷനും കൗണ്ടിങ് നമ്പേഴ്സും കൊടുത്ത ശേഷം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം നിലവിൽ ഇവനാണ് അതിൽ അച്ചീവറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും IBR ബാഡ്ജും IBR സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ അഥർവിനെ തേടിയെത്തിയിരിക്കുകയാണ്. അക്കങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അഥർവിന്റെ യാത്ര ഉയരങ്ങൾ കീഴടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രവാസിയായ ജിനൂബിന്റെയും പടന്നക്കാട് സ്റ്റെല്ല മേരീസ് ഹൈസ്കൂൾ അധ്യാപിക ഭാവന ജിനുവിന്റെയും മകനാണ് അഥർവ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും MLAയുമായി പങ്കുവച്ച് വേറിട്ട അനുഭവവേദ്യമാക്കുകയായിരുന്നു കല്യാശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് സഭ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ നടന്ന സ്റ്റുഡന്റ് സഭ ഓൺലൈനിൽ തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡന്റ് സഭ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ നടന്ന സ്റ്റുഡന്റ് സഭ ഓൺലൈനിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. അതിമനോഹരമായ പ്രകൃതിയുടെ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ആറായിപ്പാറയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആ പാറയുടെ ജൈവ വൈവിധ്യം തന്നെ അപകടത്തിലാക്കുന്നതാണ്. നമുക്കത് ചേർത്ത് നിൽക്കണം. ഇതിലിപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ കേരളത്തിൽ ആദ്യമായി ക്യാമ്പസുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ വരാൻ വേണ്ടി പോവുക. ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ അതായത് ക്യാമ്പസിനെ മാലിന്യമുക്തമാക്കാനാണ് പ്രധാനമായും നമ്മൾ ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ രൂപം കൊടുത്തത്. രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ IAS മുഖ്യാതിഥിയായി. സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്റ്റുഡന്റ് സഭ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ, പ്രതീക്ഷകൾ, ആശയങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി മണ്ഡലത്തിൽ നടപ്പിലാക്കും. മാടായിപ്പാറയിൽ മാലിന്യ വിമുക്തമാക്കുക, മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുക, മാടായിയുടെ ചരിത്രവും സവിശേഷതയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിന് മ്യൂസിയം, മാട്ടൂലിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിക്കുക, ലോ അക്കാദമി കല്യാശ്ശേരി മണ്ഡലത്തിൽ തുടങ്ങുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ MLAയുമായി പങ്കുവച്ചു. കേരളത്തിൽ മുഴുവൻ ക്യാമ്പസുകളിലും ഗ്രീൻ ബ്രിഗേഡ് ബറ്റാലിയൻ ആരംഭിക്കുന്ന പ്രവർത്തനത്തിന് കല്യാശ്ശേരിയിൽ തുടക്കം കുറിക്കുകയാണെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവിഷ് യൂസി സ്വാഗതം പറഞ്ഞു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AS ബിജേഷ്, SSK പ്രൊജക്ട് ഓഫീസർ EC വിനോദ്, സെന്റ് ജോസഫ് കോളേജ് മാനേജർ റവറന്റ് ഫാദർ രാജൻ ഫൗസ്റ്റോ, CV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതിയ പരസ്യനയം നടപ്പിലാക്കുമ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പരസ്യ കലാകാരന്മാരുടെ സംഘടനയായ ക്യാൻവാസ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കും മന്ത്രിമാർക്കും MLAമാർക്കും MP മാർക്കുമാണ് നിവേദനം നൽകിയത്. പരസ്യമേഖലയിൽ ജോലി ചെയ്യുന്ന കലാകാരന്മാരുടെ സംഘടനയായ ക്യാൻവാസ് പയ്യന്നൂർ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും നിവേദനം നൽകി. കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ പുതിയ പരസ്യനയം നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ തൊഴിൽ സാധ്യത കൂടി കണക്കിലെടുക്കുകയും പൊതുയിടങ്ങളിൽ ജനജീവിതത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ കൃത്യമായ ഫീസ് ഏർപ്പെടുത്തി നിശ്ചിത തീയതിക്ക് തന്നെ നീക്കം ചെയ്യുന്ന തരത്തിൽ തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കും വകുപ്പ് മന്ത്രിമാർക്കും MLA MP മാർക്കും നിവേദനം നൽകിയത്. സജയൻ K, രാജഗോപാലൻ K എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ക്രിക്കറ്റ് കളിയിൽ നേടിയ വിജയാഹ്ലാദം തൃക്കരിപ്പൂർ പടന്നയിൽ ആഡംബര വാഹനങ്ങളിൽ അതിരുവിട്ടതോടെ പോലീസ് 15 വാഹനങ്ങൾ ഓടിച്ചവർക്കെതിരെ കേസെടുത്തു. താറും ബെൻസും ക്രെറ്റയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയാണ് ചന്ദേര SI KP സതീഷ് കേസെടുത്തത്. പടന്ന ടൗണിലെ പ്രധാന റോഡിലൂടെ ക്രിക്കറ്റ് കളിയിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ആഡംബര വാഹനങ്ങളിൽ നടത്തിയവർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പടന്ന ടൗണിനടുത്തുള്ള വടക്കേപ്പുറത്ത് നിന്ന് ഓരിമുക്ക് ഭാഗത്തേക്ക് റോഡ് നിയമങ്ങൾ ലംഘിച്ച് ജാഗ്രതയില്ലാതെ മനുഷ്യജീവന് അപകടം വരുത്തുന്ന തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾ ഓടിച്ചവർക്കെതിരെയാണ് ചന്ദേര പ്രിൻസിപ്പൽ SI KP സതീഷ് കേസെടുത്തത്.
താർ, ബെൻസ്, ക്രേറ്റ, കാറുകൾ, ഗുഡ്സ് മിനി വാൻ, ബൈക്കുകൾ ഉൾപ്പെടെ 15 വാഹനങ്ങളാണ് റാലിയായി ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു. പടന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ടൗണിലെ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് മത്സരത്തിലെ വിജയാഹ്ലാദത്തിനിടയിലാണ് ട്രോഫികൾ കയറ്റി വാഹന റാലി നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബെന്നി എബ്രഹാമിന്റെ 30ാം രക്തസാക്ഷിത്വ ദിനാചരണം മാതമംഗലത്ത് നടന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും അവഗണിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. മാതമംഗലത്ത് ബെന്നി എബ്രഹാമിന്റെ 30ാം രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ കൊണ്ടിപ്പിച്ചു ഇവിടെ ഇറങ്ങി ഒരു സമ്മതിക്കുന്നു. കാരണം ആളുകളെ ഇടയ്ക്കൊക്കെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരെയും സ്ഥിരമായി പറ്റിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കാലം തെളിയിച്ചു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈതൃക എന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷക തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ തൊഴിലാളി വീട് തൊഴിലാളികളും ഉൾപ്പെടെ ആളുകൾ മുന്നിൽ പോയി പറഞ്ഞു തെളിയിച്ചു. നാട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കരിദിനമായി ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധു എരമം മുഖ്യപ്രഭാഷണം നടത്തി. K പ്രേമരാജൻ, MP ഉണ്ണികൃഷ്ണൻ, സന്ദീപ് പാണപ്പുഴ, AJ തോമസ്, ജോസഫ് കട്ടത്തറ, NK കുഞ്ഞിരാമൻ, പ്രശാന്ത് കോറും തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ക്യാമ്പസിൽ ബിസിനസ് ആൻഡ് മാനേജ്മെന്റിലെ നൂതന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള നാഷണൽ സെമിനാർ നടന്നു. കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് ആൻഡ് മാനേജ്മെന്റിലെ നൂതന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള നാഷണൽ സെമിനാർ വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ക്യാമ്പസിൽ നടന്നു. കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അനുഷ്ഠിക്കുന്ന കണ്ണൂർ വെളിയങ്കോട് പ്രവർത്തിക്കുന്ന വിറാസ് കോളേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസ് അതിലെല്ലാവിധമായ ആശംസകളും ആദ്യം തന്നെ നേരിട്ട് നൂതനമായ വിവര സാങ്കേതിക വിദ്യയും അതോടൊപ്പം റിസർച്ച് രംഗത്തുമെല്ലാം വിറാസിന്റെ ഇടപെടൽ ഏറെ പ്രശംസനീയമാണ്. നാക്കിന്റെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോളേജ് കൊമേഴ്ഷ്യൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. 2010 സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ മഹനീയമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. രാജ്യത്തുടനീളമുള്ള അക്കാദമിക് വിദഗ്ധർ, വ്യവസായ വിദഗ്ധർ, ഗവേഷണ പണ്ഡിതർ ഒരുമിച്ച് ബിസിനസ്സിലും മാനേജ്മെന്റിലും ഉയർന്നുവരുന്ന പ്രവണതകളും പരിവർത്തന രീതികളും പര്യവേഷണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. അക്കാദമിക് വിദഗ്ധർ, വിറാസ് കോളേജിലെ കുട്ടികൾ, അധ്യാപകരടക്കം കോൺഫറൻസിൽ 65 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വിറാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇസാഖ് PK അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നാരായണൻ, ഡോക്ടർ അയൂബ് CP, ഡോക്ടർ നോബിൾ ജേക്കബ്, പ്രൊഫസർ സജിത് കുമാർ P, ഡോക്ടർ P സന്തോഷ്, അനീഷ് കുമാർ, മുഹമ്മദ് സാജിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഫെബ്രുവരി 22 ദേശീയ പരിചിന്തൻ ദിനം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ പുതിയ കാൽവെപ്പുമായി AVS ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ നിർവഹിച്ചു. ഫെബ്രുവരി 22 ദേശീയ പരിചിന്തൻ ദിനം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ പുതിയ കാൽവെപ്പുമായി AVS ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പ്. AVS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് സ്കൗട്ടിൽ ചേരാം. സ്കൂളിലെ സ്കൗട്ടിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഗ്രേസ് മാർക്കും ഓപ്പൺ സ്കൗട്ടിനും ലഭിക്കും. യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ നിർവഹിച്ചു. അവരെ ദേശീയ തലത്തിലടക്കം ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്ന നിലയിലേക്ക് ഈ സംവിധാനം വളരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം എപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ശേഷിയും കഴിവും അത് വളരെ പ്രധാനമാണ്. ഏതൊരു സംവിധാനവും വിജയിക്കണമെങ്കിൽ അതിനകത്ത് ഇടപെടുന്നവരുടെ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSBSG ജില്ലാ സെക്രട്ടറി P രമേശൻ, PC ജയസൂര്യൻ മാസ്റ്റർ, K രമേശൻ, TV രാജൻ, പ്രീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ മൂരിക്കോവൽ ട്രെഞ്ചിങ് യാർഡ് തുമ്പൂർ മുഴി യൂണിറ്റിലൂടെ തയ്യാറാക്കിയ ജൈവവളത്തിന്റെ വിതരണം ആരംഭിച്ചു. മൂരിക്കോവൽ ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരത്തിന്റെ പൊതുയിടങ്ങളിൽ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ, മറ്റ് ജൈവമാലിന്യങ്ങൾ എന്നിവ നഗര ശുചീകരണത്തിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് ട്രഞ്ചിങ് യാർഡിൽ എത്തിച്ച് വിൻഡോ കമ്പോസ്റ്റ് രീതിയിൽ വളമാക്കി മാറ്റിയാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. മൂരിക്കോവിലെ ഹരിതകർമ്മസേന ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ നിന്ന് 1 കിലോഗ്രാമിന് 10 രൂപ നിരക്കിലാണ് ജൈവവളം വിതരണം ചെയ്യുന്നത്. കൂടാതെ മാലിന്യ സംസ്കരണ ഉപാധികൾ, ഇനോക്കുലം, തുണിസഞ്ചി തുടങ്ങിയവയും ഹരിത സഹായ കേന്ദ്രത്തിലൂടെ വിൽപ്പന നടത്തി വരുന്നതാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ OK ശ്യാംകൃഷ്ണൻ, അനീഷ് ലാൽ, അജിത KV, വിധു TV, സബിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ 6ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു. പരേഡ് കമാൻഡർ KV അധീന, സെക്കൻഡ് IC ആരുഷ് ദേവ് PK, 1ാം നമ്പർ പ്ലട്ടൂൺ കമാൻഡർ വാണി ശിവജി, 2ാം നമ്പർ പ്ലട്ടൂൺ കമാൻഡർ ഹരിനന്ദ് MV എന്നിവരാണ് പരേഡ് നയിച്ചത്. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ മുഖ്യാതിഥിയായി. പരിയാരം പോലീസ് സ്റ്റേഷൻ SHO വിനീഷ് കുമാർ MB, വാർഡ് മെമ്പർ ബേബി മനോഹരൻ, പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, പ്രധാന അധ്യാപിക ലിൻഡാമ ജോൺ, PTA പ്രസിഡന്റ് PV രാജേഷ്, TV സന്തോഷ് കുമാർ, EV വിനീത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി പാലക്കുന്ന് പാഠശാല നടത്തിയ വായനായനം പരിപാടി ശ്രദ്ധേയമായി. ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അനീഷ് തിമിരി എഴുതിയ ഇംഗ്ലത്തുപാറയിലെ ഒറ്റമലച്ചി കഥാസമാഹാരം സംവാദം ശ്രദ്ധേയമായി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി കുണ്ടലപുരാണം, മോപ്പാള സിനിമകളുടെ സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന ഉദ്ഘാടനം ചെയ്തു. PV വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൂക്കാനം റഹ്മാൻ, കൊടക്കാട് നാരായണൻ, K രാജീവൻ, TA ജബ്ബാർ, KP രമേശൻ, TP ഷൈമോൾ കൊടക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വലിയ പറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസുകാരുടെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ മൈതാനിയിൽ നടന്നു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. സ്കൂളിലെ സീനിയർ കേഡറ്റ് ഡോക്ടർ ദേവപ്രതാപ് MP നയിക്കുന്ന 2ാം നമ്പർ പ്ലട്ടൂണാണ് ആയതിന് മുന്നിലൂടെ കടന്നുപോകുന്നത്. 2 വർഷത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ശനിയാഴ്ച സ്കൂളിൽ നടന്നത്. 2 പ്ലാറ്റൂണുകളിലായി 42 കേഡറ്റുകളാണ് പങ്കെടുത്തത്. സ്കൂൾ മൈതാനിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ കാസർഗോഡ് DYSP CK സുനിൽകുമാർ മുഖ്യാതിഥിയായി. പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾക്ക് SI KP സതീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനിൽകുമാർ, PTA പ്രസിഡന്റ് NK മുഹമ്മദ് കുഞ്ഞി, സ്കൂൾ പ്രധാനാധ്യാപിക CK ലത, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ KV സുരേഷ്, VV ലിഷ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ KV ബിജു മാസ്റ്റർ, M ശ്രീന, K ദിനേശൻ, K ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു. പരേഡ് കമാൻഡുമാരും പ്ലാറ്റൂൺ കമാൻഡുമാരും പരിശീലകരും DYSP CK സുനിൽകുമാറിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി സെൻട്രൽ കരിക്കാട്ട് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി K കണ്ണപുരം ശ്രീ പുതിയ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
കല്യാശ്ശേരി സെൻട്രൽ കരിക്കാട്ട് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കെ കണ്ണപുരം ശ്രീ പുതിയ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പയ്യട്ടം ചെണ്ടവാദ്യ കലാവേദിയുടെ ചെണ്ടമേളത്തോടെ കുട്ടികളുടെ താലപ്പൊലിയോടുകൂടി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. തുടർന്ന് ദേവ കമ്മ്യൂണിക്കേഷൻസ് കായംകുളത്തിന്റെ വനിതാ മെസ് നാടകം അരങ്ങേറി. ഫെബ്രുവരി 23 ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം, രാവിലെ 8:30 ഗുളികൻ ദൈവത്തിന്റെ പുറപ്പാട് എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശതാബ്ദി ആഘോഷ നിറവിൽ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര നടന്നു. ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ചെറുകുന്ന് വെൽഫെയർ സ്കൂൾ 100 ആണ്ട് പിന്നിടുകയാണ്. 1924 ആദ്യ ദ്രാവിഡ എലിമെന്ററി സ്കൂളായി ആരംഭിച്ച് 1933 ലേബർ സ്കൂളായി മാറുകയും 1957 ഗവൺമെന്റ് വെൽഫെയർ സ്കൂളായി മാറിയ സ്കൂളിന്റെ ശതാബ്ദി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ഏപ്രിൽ 2 ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. മുന്നോടിയായി നാടുണർത്തി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വർണ്ണാഭവും വേറിട്ടതുമായിരുന്നു ഘോഷയാത്ര. കേരളീയ വേഷം ധരിച്ച് മുത്തുക്കുടകളുമേന്തി 100 കുടുംബശ്രീ പ്രവർത്തകരും വർണ്ണപ്പൂക്കളുമായി 100 വിദ്യാർത്ഥികളും അണിചേർന്ന ഘോഷയാത്രയിൽ വാദ്യമേളവും ഹൈഡ്രജൻ ബലൂണുകളും ഡിജെയും എല്ലാം കൊഴുപ്പേകി. നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ കേളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രൂപപ്പെട്ട ഒരു കുടിപ്പള്ളിക്കൂടം. ആ കുടിപ്പള്ളിക്കൂടമാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇന്ന് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിച്ചത്. ഈ കുടിപ്പള്ളിക്കൂടം വികസിപ്പിച്ച് ഒരു വിദ്യാലയത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് 1924 ഒരു ആദ്യ ദ്രാവിഡ എലമെന്ററി സ്കൂളായിട്ടാണ്. ആ ആദ്യ ദ്രാവിഡ എലമെന്ററി സ്കൂളാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്റെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. വിളംബര ഘോഷയാത്ര ഗായകനും സംഗീത സംവിധായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, കെ മോഹനൻ, SMC ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജി, പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, PTA പ്രസിഡന്റ് KV രാജീവൻ, പ്രധാനാധ്യാപിക ഗിരിജ KV തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഹൃദയശൂന്യരായ ആളുകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ചെറുകുന്ന് തറയിൽ ചിന്താ പുസ്തകോത്സവവും റെഡ് ബുക്ക് ഡേയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M സ്വരാജ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് നോർത്ത് സോൺ കൺവെൻഷൻ പയ്യന്നൂർ എടാട്ട് ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടന്നു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരുമായി പയ്യന്നൂരിനെ ബന്ധിപ്പിക്കുന്ന കാര-തലിച്ചാലം പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ചും അടിയന്തരമായി റീടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 24-25 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ ബാങ്കു പണിമുടക്കിന്റെ ഭാഗമായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.